സമസ്ത മദ്രസയുടെ 3-ാം ക്ലാസ്സിൻ്റെ ഫിഖാണ് നമ്മൾ പേപ്പർ റിവിഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശരി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ആദ്യത്തേത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. വുളൂഇൻ്റെ ഫർളുകൾ 5, 6 എന്ന് നൽകിയിട്ടുണ്ട്. 6ആണ് ചരിത്രം അല്ലേ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്നതാണ് ചരിത്രം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും അതാണ് തുഹൂർ അല്ലേ. വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം ഏതാണെന്നാണ് മുഖം. നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ്. നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തും കരുതൽ എന്താണ് ഫർളുമാണ്. കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം വലത് അല്ലേ. വലതുഭാഗത്തെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. രണ്ടാമത്തെ വർക്ക് വേർതിരിച്ച് എഴുതാനാണ്. നമുക്ക് വർക്ക് നോക്കാം. അതായത് മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, മിസ്വാക്ക് ചെയ്യുക, ചെവി തടവൽ, തല മുഴുവനും തടവുക, വഴിയായി ചെയ്യുക. ഇങ്ങനെ പിന്നെ വുളുവുമായി ബന്ധപ്പെട്ട 6 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വുളുവിൻ്റെ ഫറളുകൾ ഇവിടെയും വുളുവിൻ്റെ സുന്നത്തുക്കളും 2 വേർതിരിച്ച് എഴുതാനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ നമ്മൾ മുഖം കഴുകുക, അത് വുളുവിൻ്റെ ഫറലാണ്. അതേപോലെ തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളത് വുളുവിൻ്റെ മറ്റൊരു ഫറലാണ്. അടുത്ത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അതേപോലെ ചെവി തടവൽ എന്താണ് സുന്നത്താണ്. അതേപോലെ തല മുഴുവനും തടവൽ എന്താണ് സുന്നത്താണ്. അതുപോലെ അവസാനമായിട്ട് വഴിയായി ചെയ്യുക എന്നുള്ളത് ഫറലാണ്. അപ്പോൾ ഇതിങ്ങനെ വേർതിരിച്ച് എഴുതാം. ഇനി അടുത്ത വർക്ക്, 3-ാമത്തെ വർക്ക് 2 വീതം എഴുതാനാണ് വർക്ക്. ഒന്നാമത്തെ ചോദ്യം നജസല്ലാത്ത ശവങ്ങൾ. അതിൽ 2 എഴുതാനുള്ളത് നമ്മളിവിടെ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവങ്ങൾ എന്തല്ല നജസല്ല. അടുത്ത ചോദ്യം വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 പശ, 2 ഉറച്ച എണ്ണ, 3 കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി. ഈ പിന്നെ 3 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എഴുതണം. നമ്മൾ 2 എഴുതാൻ പറഞ്ഞിട്ട് അതായത് നമ്മൾ 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, അതേപോലെ നജസിൽ നിന്ന് ശുദ്ധിയാവൽ, അതേപോലെ 3-ാമത്തെ ഔറത്ത് മറക്കുക, 4 സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക, 5 കിബിലക്ക് മുന്നിടുക. ഇതിൽ നിന്ന് 2 ഷർത്തുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വർക്ക് ഉത്തരം എഴുതാന്നുള്ളതാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? നമുക്കെല്ലാവർക്കും ആ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം നിസ്കാരത്തിന് മുമ്പ് നജസുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? ശരീരം, വസ്ത്രം, സ്ഥലം, ഇത് 3 എന്തായിരിക്കണം? ശുദ്ധിയായിരിക്കണം. 3-ാമത്തെ ചോദ്യം ശുദ്ധി 2 തരം ഏതെല്ലാം? അപ്പോൾ 2 വിധം ശുദ്ധിയുള്ളത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, അതേപോലെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ. ഈ 2 ശുദ്ധികളാണുള്ളത്. ഇനി 4-ാമതായിട്ട് 4-ാമത്തെ ചോദ്യം രക്തം കൊണ്ട് നജസായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെ? രക്തം നമുക്കറിയാം നജസാണ്. അപ്പോൾ ശുദ്ധിയാക്കേണ്ടത് നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ എന്തായിരിക്കണം? കഴുകണം. അങ്ങനെയാണ് അത് ശുദ്ധിയാക്കേണ്ടത്. 5-ാമത്തെ ചോദ്യം ഫർള് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളു ചെയ്യാൻ പാടുള്ളൂ. ആര്? അതായത് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടേ വുളു ചെയ്യാൻ പാടുള്ളൂ. ആര്? മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടി ചൊല്ലി? ഇങ്ങനെ ഫർള് നിസ്കാരത്തിന് സമയമായ ശേഷം മാത്രമേ വുളു ചെയ്യാൻ പാടുള്ളൂ. അടുത്തവർക്ക് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ് അല്ലേ. 2-ാമത്തത് വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. 3-ാമത്തത് വുളുയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളുവിൻ്റെ ഫർളുകൾ. 4-ാമത്തത് അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. അടുത്ത അവസാനത്തെ വർക്ക് ക്രമത്തിലാക്കാനുള്ളതാണ്. ക്രമത്തിലാക്കുക. അവിടെ മുഴുവൻ മിനത്തവ്വാബീന മിനൽ മുത്തഹിരീന മിൻ ഇബാദിക സ്വാലിഹീൻ വജഅൽനി അല്ലാഹുമ്മ വജഅൽനി എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഓർഡറിലാക്കുക. അല്ലാഹുമ്മ വജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. ഇത്രയാണ് ഈ ഒരു മോഡൽ പേപ്പറിൽ പറയാനുള്ളത്. അപ്പോൾ തുടർന്നും നമ്മളെ ഓരോ വിഷയത്തിനും അതാത് ദിവസത്തെ ചോദ്യപേപ്പറുകൾ
മോഡൽ പേപ്പറുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് പിന്നെ അതാത് പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അത് ഫോളോ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ ഡെയിലി നോട്ടിഫിക്കേഷൻ വരും.